കർശനമായ മതനിയമങ്ങളുടെ ഭാരമില്ലാതെ തികച്ചും സ്വതന്ത്രമായ ഒരു കൃപ. കേൾക്കുമ്പോൾ തന്നെ എന്തോ വലിയ അത്ഭുതം പോലെ തോന്നുന്നില്ലേ? അതെ, അത്രത്തോളം ആഴമുള്ള ഒരു മാറ്റത്തെക്കുറിച്ചാണ് ഇന്നത്തെ നമ്മുടെ ഈ വിശദീകരണത്തിൽ നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. നേരെ റോമർക്കെഴുതിയ ലേഖനം 10-ാം അധ്യായത്തിലേക്ക് നമുക്കൊന്ന് കടക്കാം. ഇതൊരു വെറും ചരിത്രരേഖയൊന്നുമല്ല കേട്ടോ. മോശയുടെ ന്യായപ്രമാണവും ക്രിസ്തുവിന്റെ കൃപയും തമ്മിലുള്ള വലിയൊരു വ്യത്യാസം പൗലൂസ് ഇവിടെ വരച്ചു കാണിക്കുന്നുണ്ട്. തീർച്ചയായും ഈ വിഷയം കുറച്ചുകൂടി ആഴത്തിൽ മനസ്സിലാക്കാൻ എനിക്കും വലിയ താൽപ്പര്യമുണ്ട്. സ്വന്തം പ്രവൃത്തികളിലൂടെയോ വലിയ കഠിനാധ്വാനത്തിലൂടെയോ അല്ലാതെ വെറും വിശ്വാസത്താൽ മാത്രം ഒരാൾക്ക് എങ്ങനെ രക്ഷ നേടാം എന്നതാണ് പൗലൂസ് ഇവിടെ ഉന്നയിക്കുന്ന പ്രധാന വിഷയമല്ലേ? സത്യം പറഞ്ഞാൽ പലർക്കും ഈ കാര്യത്തിൽ ഇപ്പോഴും വലിയൊരു കൺഫ്യൂഷനുണ്ട്. എനിക്ക് തുടക്കത്തിൽ തന്നെ ചോദിക്കാൻ ഒരു അടിസ്ഥാനപരമായ സംശയമുണ്ട്. ഇപ്പോൾ ഒരാൾക്ക് ദൈവത്തോട് ഭയങ്കര തീക്ഷ്ണതയുണ്ട്. അയാൾ നല്ലവനായിരിക്കാനും തെറ്റുകൾ ചെയ്യാതിരിക്കാനും വളരെ കഠിനമായി ശ്രമിക്കുന്നു എന്നും ഇരിക്കട്ടെ. ആ കഠിനാധ്വാനം മാത്രം പോരെ? എന്തിനാ വേറെ കാര്യങ്ങളൊക്കെ? അത് വളരെ ന്യായമായ പലരും ചോദിക്കുന്നൊരു ചോദ്യമാണ്. പൗലോസ് ഈ അധ്യായത്തിന്റെ 1-2 വാക്യങ്ങളിൽ കൃത്യമായി ഈ വിഷയമാണ് അഡ്രസ് ചെയ്യുന്നത്. നോക്കൂ, ഇസ്രയേൽ ജനത്തിന് ദൈവത്തെക്കുറിച്ച് അതിയായ എരിവും തീക്ഷ്ണതയും ഒക്കെ ഉണ്ടായിരുന്നുവെന്ന് അദ്ദേഹം തുറന്ന് സമ്മതിക്കുന്നുണ്ട്. അവർ ശരിക്കും അതിനുവേണ്ടി കഠിനാധ്വാനവും ചെയ്തിരുന്നു. പക്ഷേ പൗലോസ് അവിടെ സങ്കടകരമായൊരു സത്യം കൂടി ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. അവരുടെ ആ തീക്ഷ്ണത ശരിയായ പരിജ്ഞാനത്തോടെയോ അറിവോടെയോ ആയിരുന്നില്ല. വെറുമൊരു ആവേശം മാത്രം പോരാ, അത് ശരിയായ അടിസ്ഥാനത്തിലായിരിക്കണം എന്നാണ് ഈ ഭാഗം നമ്മോട് പറയുന്നത്. 3-ാം വാക്യത്തിലേക്കും വരുമ്പോഴേക്കും അറിവില്ലാതെയുള്ള ഈ തീക്ഷ്ണത മനുഷ്യനെ എവിടെ കൊണ്ടെത്തിക്കും എന്ന് പൗലോസ് വ്യക്തമാക്കുന്നുണ്ട്. സത്യത്തിൽ മനുഷ്യൻ വരുത്തുന്ന ഏറ്റവും വലിയ തെറ്റും ഇതുതന്നെയാണ്. ഓഹോ, അതായത് സ്വന്തം നീതി സ്ഥാപിക്കാൻ ശ്രമിക്കുന്നതും ദൈവത്തിന്റെ നീതിയെ കീഴടങ്ങുന്നതും തമ്മിലുള്ള ആ ഒരു വലിയ വ്യത്യാസമാണോ അദ്ദേഹം ഇവിടെ ഉദ്ദേശിക്കുന്നത്? 100% ശരിയാണ്. അവർ ദൈവത്തിന്റെ നീതി യഥാർത്ഥത്തിൽ എന്താണെന്ന് മനസ്സിലാക്കാതെ സ്വന്തം പ്രവർത്തികളിലൂടെയും നിയമങ്ങൾ അണുവിട തെറ്റാതെ അനുസരിക്കുന്നതിലൂടെയും അങ്ങ് നീതിമാന്മാർ ആകാൻ ശ്രമിച്ചു. ഈയൊരു നെട്ടോട്ടത്തിൽ ദൈവം തീർത്തും സൗജന്യമായി നൽകുന്ന നീതിക്ക് അവർ കീഴ്പ്പെട്ടില്ല എന്നതാണ് യാഥാർത്ഥ്യം. സ്വന്തം കഴിവിലുള്ള ഈ അമിതമായ വിശ്വാസം അവരെ ദൈവകൃപയിൽ നിന്ന് വളരെ അകറ്റി നിർത്തി എന്നാണ് പൗലോസ് വാദിക്കുന്നത്. അങ്ങനെയെങ്കിൽ ഒരു സംശയം കൂടിയുണ്ട്. മോശ നൽകിയ ആ പഴയ നിയമങ്ങൾക്കും കർശനമായ ചട്ടങ്ങൾക്കുമൊക്കെ പിന്നെ എന്ത് സംഭവിക്കും? അവയെല്ലാം ഒറ്റയടിക്ക് അപ്രസക്തമായി പോയോ? ആ ചോദ്യത്തിനുള്ള ഏറ്റവും മനോഹരമായ ഉത്തരമാണ് 4-ാം വാക്യത്തിൽ ഒളിഞ്ഞിരിക്കുന്നത്. പൗലോസ് പറയുന്നത് ശ്രദ്ധിക്കൂ. വിശ്വസിക്കുന്ന ഏവനും നീതി ലഭിപ്പാൻ ക്രിസ്തു ന്യായപ്രമാണത്തിന്റെ അവസാനമാകുന്നു എന്നാണ്. ഇതിനർത്ഥം ന്യായപ്രമാണം മോശമായിരുന്നു എന്നല്ല കേട്ടോ, മറിച്ച് ന്യായപ്രമാണത്തിന്റെ അസാധ്യമായ ആവശ്യകതകളെയും നിബന്ധനകളെയും ക്രിസ്തു തന്റെ ജീവിതത്തിലൂടെയും മരണത്തിലൂടെയും പൂർണ്ണമായി നിറവേറ്റുകയും അവിടെ വെച്ച് അതിനെ അവസാനിപ്പിക്കുകയും ചെയ്തു എന്നാണ് അദ്ദേഹം വിശദീകരിക്കുന്നത്. ഇനി വെറും നിയമങ്ങൾ പാലിച്ചല്ല, വിശ്വസിക്കുന്ന ഏതൊരാൾക്കും നീതി ലഭ്യമാണ് എന്നതാണ് ഇതിന്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ്. 5-ാം വാക്യം ഇത് കുറച്ചുകൂടി വ്യക്തമാക്കുന്ന ശക്തമായൊരു താരതമ്യം നൽകുന്നുണ്ട്. ന്യായപ്രമാണത്താലുള്ള നീതിയെക്കുറിച്ച് മോശ പറഞ്ഞിരിക്കുന്നത് അത് ചെയ്യുന്ന മനുഷ്യൻ അതിനാൽ ജീവിക്കും എന്നാണ്. അതായത് നിയമത്തിലെ ഓരോ ചെറിയ കാര്യങ്ങളും ഒരു തെറ്റും കൂടാതെ പെർഫെക്റ്റായിട്ട് പാലിച്ചാൽ മാത്രമേ ജീവൻ ലഭിക്കൂ എന്നാണോ? അത് സാധാരണ ഒരു മനുഷ്യനെ കൊണ്ട് ഒരിക്കലും സാധിക്കുന്ന കാര്യമല്ലല്ലോ. കൃത്യമായി പറഞ്ഞു. അതുതന്നെയാണ് ഏറ്റവും വലിയ പ്രശ്നവും. എന്നാൽ ഇവിടെയാണ് വിശ്വാസത്താലുള്ള നീതി തികച്ചും വ്യത്യസ്തമായൊരു തലത്തിൽ പ്രവർത്തിക്കുന്നത്. അവിടെ നാം 100% പൂർണ്ണതയുള്ളവരായിരിക്കണം എന്നൊരു നിബന്ധനയേയില്ല. മറിച്ച് നമുക്കുവേണ്ടി പൂർണ്ണതയോടെ ജീവിച്ച ക്രിസ്തുവിൽ വിശ്വസിക്കുക മാത്രമാണ് വേണ്ടത്. ശരിക്കും പറഞ്ഞാൽ തലയിലുള്ള വലിയൊരു ഭാരം താഴെ ഇറക്കി വെക്കുന്നതിന് തുല്യമാണതെന്ന് ഈ ലേഖനം വളരെ വ്യക്തമായി സമർത്ഥിക്കുന്നു. ഇതൊക്കെ കേൾക്കുമ്പോൾ എനിക്ക് വീണ്ടും ചില സംശയങ്ങൾ തോന്നുന്നുണ്ട്. ഇത്രയും ഉന്നതമായൊരു രക്ഷ ലഭിക്കണമെങ്കിൽ ദൈവം നമ്മിൽ നിന്ന് വളരെ വളരെ അകലെയാണോ? ഈ കൃപ കണ്ടെത്താൻ നാം ഏതെങ്കിലും അസാധ്യമായ ആത്മീയ യാത്രകൾ നടത്തുകയോ സ്വർഗ്ഗത്തിലേക്ക് കയറുകയോ പാതാളത്തിലേക്ക് ഇറങ്ങുകയോ ഒക്കെ ചെയ്യേണ്ടി വരുമോ? കാരണം മനുഷ്യരെപ്പോഴും ദൈവത്തിലേക്കുള്ള വഴിയെ ഭയങ്കര സങ്കീർണമാക്കാറുണ്ടല്ലോ. വളരെ പ്രസക്തമായൊരു ചിന്തയാണിത്. നമ്മൾ മനുഷ്യരെപ്പോഴും വിചാരിക്കുന്നത് മൂല്യമുള്ളതെന്തും വലിയ കഠിനാധ്വാനത്തിലൂടെ മാത്രമേ കിട്ടൂ എന്നാണല്ലോ. ദൈവത്തിലേക്കെത്താൻ നാം സ്വയം എന്തൊക്കെയോ വലിയ കാര്യങ്ങൾ ചെയ്യണമെന്നൊരു വലിയ തെറ്റിദ്ധാരണ എപ്പോഴുമുണ്ട്. എന്നാൽ പൗലോസ് ആ ചിന്തയെ വേരോടെ പിഴുതെറിയുകയാണിവിടെ ചെയ്യുന്നത്. 6, 7, 8 വാക്യങ്ങളിൽ പൗലോസ് വളരെ സ്നേഹത്തോടെയും എന്നാൽ വലിയ ഉറപ്പോടെയും ഈ തെറ്റിദ്ധാരണ തിരുത്തുന്നുണ്ട്. ക്രിസ്തുവിനെ ഇറക്കിക്കൊണ്ടുവരാനാരും സ്വർഗ്ഗത്തിലേക്ക് കയറിപ്പോകേണ്ടതില്ല. അതുപോലെ മരിച്ചവരിൽ നിന്ന് കയറ്റുവാൻ പാതാളത്തിലും ഇറങ്ങേണ്ടതില്ല. കാരണം അദ്ദേഹം ഉദ്ധരിക്കുന്നതുപോലെ വചനം നിനക്ക് സമീപമായി നിന്റെ വായിലും നിന്റെ ഹൃദയത്തിലും ഇരിക്കുന്നു,
നമ്മൾ പ്രസംഗിക്കുന്ന ഈ വിശ്വാസവചനം എവിടെയോ വിദൂരത്തുള്ള ഒന്നല്ല, അത് നിങ്ങളുടെ തൊട്ടടുത്തുണ്ട്, നിങ്ങളുടെ ഉള്ളിൽ തന്നെയുണ്ട്. കേൾക്കാൻ വളരെ എളുപ്പമുള്ളതായി തോന്നുന്നുണ്ട്, പക്ഷേ ഇതൊരു പ്രായോഗിക തലത്തിൽ നമ്മൾ എങ്ങനെയാണ് ചെയ്യേണ്ടത്? ഇത്രയും സമീപത്തുള്ള ഈ വിശ്വാസവചനത്തെ ഒരു സാധാരണക്കാരൻ എങ്ങനെയാണ് തന്റെ സ്വന്തം ജീവിതത്തിൽ പ്രാവർത്തികമാക്കേണ്ടത്? ഇതിന് പ്രത്യേകിച്ച് എന്തെങ്കിലും പടികൾ സ്വീകരിക്കേണ്ടതുണ്ടോ? തീർച്ചയായുമുണ്ട്. 9-ാം വാക്യത്തിൽ പൗലോസ് അതിമനോഹരവും വളരെ ലളിതവുമായ 2 പടികൾ കൃത്യമായി നൽകുന്നുണ്ട്. ഒന്നാമത്തെ പടി യേശുവിനെ കർത്താവ് എന്ന് സ്വന്തം വായകൊണ്ട് ഏറ്റുപറയുക. രണ്ടാമത്തെ പടി ദൈവം അവനെ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ചു എന്ന് ഹൃദയം കൊണ്ട് വിശ്വസിക്കുക. കേവലം ഈ 2 കാര്യങ്ങൾ ചെയ്താൽ നീ രക്ഷിക്കപ്പെടുമെന്ന് വചനം ഉറപ്പു നൽകുകയാണ്. അതായത് ഉള്ളിലെ ബോധ്യവും പുറമേയുള്ള പ്രഖ്യാപനവും ഒരുപോലെ ആവശ്യമാണ് എന്നർത്ഥം. എന്തിനാണ് ഈ 2 കാര്യങ്ങളും ഇങ്ങനെ ഒരുമിച്ച് പറയുന്നത്? ഹൃദയം കൊണ്ടുള്ള വിശ്വാസം മാത്രം പോരെ, കാരണം അത് ദൈവം കാണുന്നുണ്ടല്ലോ. അവിടെയാണ് 10-ാം വാക്യം അതിന്റെ കൃത്യമായ ദൈവശാസ്ത്രപരമായ വിശദീകരണം നമുക്ക് നൽകുന്നത്. ഹൃദയം കൊണ്ട് നാം നീതിക്കായി വിശ്വസിക്കുന്നു എന്നാണ് പൗലോസ് വ്യക്തമാക്കുന്നത്. അതായത് ആന്തരികമായ വിശ്വാസം നമ്മെ ദൈവത്തിന്റെ മുമ്പിൽ നീതീകരിക്കുന്നു. എന്നാൽ വായ്കൊണ്ട് നാം രക്ഷയ്ക്കായി ഏറ്റുപറയുകയാണ് ചെയ്യുന്നത്. നാം യഥാർത്ഥത്തിൽ എന്താണ് വിശ്വസിക്കുന്നതെന്ന് ഈ ലോകത്തിനു മുൻപിൽ ധൈര്യത്തോടെ പ്രഖ്യാപിക്കുകയും ആ വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കുകയും ചെയ്യുന്നതിൻ്റെ ഒരു വലിയ തെളിവാണ് ആ ഏറ്റുപറച്ചൽ. ഇവ രണ്ടും പരസ്പരം അഭേദ്യമായി ബന്ധപ്പെട്ടിരിക്കുന്നു. സ്വന്തം പ്രവൃത്തികളെയും നിയമങ്ങളെ മാത്രം ആശ്രയിക്കുന്നത് എപ്പോഴും നമ്മെ ക്ഷീണിപ്പിക്കുകയും ചിലപ്പോഴെങ്കിലും വല്ലാതെ നിരാശരാക്കുകയും ചെയ്യും. എന്നാൽ 11-ാം വാക്യം നമുക്ക് നൽകുന്ന ഉറപ്പ് വളരെ വലുതാണ്. അവനിൽ വിശ്വസിക്കുന്നവൻ ഒരുത്തനും ലജ്ജിച്ചു പോകില്ല. ഇതൊരു ചെറിയ കാര്യമല്ല, വലിയൊരു ദൈവികമായ ഗ്യാരണ്ടിയാണ്. നിങ്ങളുടെ സ്വന്തം പൂർണ്ണതയിലല്ല, മറിച്ച് ക്രിസ്തുവിലുള്ള വിശ്വാസത്തിലാണ് നിങ്ങൾ നിലനിൽക്കുന്നതെങ്കിൽ നിങ്ങൾക്കൊരിക്കലും നിരാശപ്പെടേണ്ടി വരില്ല എന്നാണ് ആ ലേഖനം അടിവരയിട്ട് പറയുന്നത്. ഇതൊരു വലിയ ഉറപ്പ് തന്നെയാണ്. എന്നാൽ എനിക്കിവിടെ മറ്റൊരു സംശയം കൂടിയുണ്ട്. ഈ രക്ഷ ഒരു പ്രത്യേക വിഭാഗത്തിന് മാത്രമുള്ളതാണോ? അതോ ഏതൊരു വ്യക്തിക്കും അവരുടെ കഴിഞ്ഞകാല പശ്ചാത്തലങ്ങളോ തെറ്റുകളോ ഒന്നും നോക്കാതെ ഈ കൃപ ലഭ്യമാണോ? കാരണം ചരിത്രപരമായി നോക്കുമ്പോൾ മോശയുടെ ന്യായപ്രമാണം ഇസ്രായേൽ ജനത്തിനു മാത്രമായിരുന്നല്ലോ നൽകപ്പെട്ടത്. വളരെ പ്രസക്തമായ ചോദ്യം. 12-ാം വാക്യം ആ കാലഘട്ടത്തിൽ തികച്ചും വിപ്ലവകരമായ ഒരു ഉത്തരമാണതിന് നൽകിയത്. പൗലോസ് വളരെ ആവേശത്തോടെ പറയുന്നു, യഹൂദനെന്നും യവനനെന്നും ഒരു വ്യത്യാസവുമില്ല. എല്ലാവർക്കും കർത്താവ് ഒരുവൻ തന്നെയാണ്. തന്നെ വിളിച്ചപേക്ഷിക്കുന്ന എല്ലാവർക്കും നൽകാൻ തക്കവണ്ണം അവൻ അത്രമേൽ സമ്പന്നനാണ്. ജാതിയോ പശ്ചാത്തലമോ മുൻകാല തെറ്റുകളോ ഒന്നും ഇവിടെ ഒരു തടസ്സമേ അല്ല. ദൈവത്തിന്റെ കൃപയുടെ മുൻപിൽ എല്ലാ മനുഷ്യനിർമ്മിതമായ മതിലുകളും തകർന്നു വീഴുന്നു എന്നാണ് ഈ ഭാഗം നമ്മെ കാണിക്കുന്നത്. 13-ാം വാക്യത്തിൽ ഈ ആശയം ഒന്നുകൂടി ശക്തമായി ഉറപ്പിക്കുകയാണ് പൗലോസ് ചെയ്യുന്നത്. കർത്താവിന്റെ നാമത്തെ വിളിച്ചപേക്ഷിക്കുന്ന ഏവനും രക്ഷിക്കപ്പെടും. നിയമങ്ങളെല്ലാം അണുവിട തെറ്റാതെ പൂർണ്ണമായി അനുസരിച്ചവരുടെ ഒരു വലിയ ലിസ്റ്റല്ല ഇവിടെ ചോദിക്കുന്നത്, മറിച്ച് തന്നെ ആത്മാർത്ഥമായി വിളിച്ചപേക്ഷിക്കാനുള്ള ഒരു മനസ്സാണ്. ഇവിടെ ഏവനും എന്ന വാക്കാണ് നാം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്. ഇതിൽ നിന്ന് ഒരാൾ പോലും ഒഴിവാക്കപ്പെടുന്നില്ല. ഒരു നിമിഷം നിൽക്കൂ, ഇവിടെ യുക്തിപരമായൊരു പ്രശ്നം ഇല്ലേ? ആർക്കും വിളിച്ചപേക്ഷിക്കാം എന്നത് ശരിയാണ്. എന്നാൽ വിശ്വസിക്കാത്ത ഒരാളെ ജനങ്ങളെങ്ങനെ വിളിച്ചപേക്ഷിക്കും? അതുപോലെ ഒരാളെക്കുറിച്ച് ഇതുവരെ കേട്ടിട്ട് പോലുമില്ലെങ്കിൽ അവർ എങ്ങനെ അയാളിൽ വിശ്വസിക്കാൻ കഴിയും? ഇതിനൊരു ഉത്തരം വേണ്ടേ? കൃത്യമായി ചോദിച്ചു. ഈ ലോജിക്കലായ ചോദ്യം തന്നെയാണ് സുവിശേഷം മറ്റുള്ളവരെ അറിയിക്കേണ്ടതിന്റെ ആവശ്യകതയിലേക്ക് പൗലോസിനെ നയിക്കുന്നത്. 14ഉം 15ഉം വാക്യങ്ങളിൽ അദ്ദേഹം ഇതിന്റെ യുക്തിപരമായൊരു ശൃംഖല വിശദീകരിക്കുന്നുണ്ട്. ആരെങ്കിലും അയക്കാതെ പ്രസംഗിക്കാൻ കഴിയില്ല, പ്രസംഗിക്കുന്നവനില്ലാതെ കേൾക്കാൻ കഴിയില്ല, കേൾക്കാതെ വിശ്വസിക്കാനും വിശ്വസിക്കാതെ വിളിച്ചപേക്ഷിക്കാനും കഴിയില്ല. അതുകൊണ്ടാണ് ഈ നല്ല വാർത്തയുമായി വരുന്നവരെക്കുറിച്ച് നന്മ സുവിശേഷിക്കുന്നവരുടെ കാൽ എത്ര മനോഹരമെന്ന് പൗലോസ് ഇത്ര കാവ്യാത്മകമായി പറഞ്ഞിരിക്കുന്നത്. 17-ാം വാക്യത്തിൽ ഇത് വളരെ പ്രശസ്തമായ ഒരു തത്വമായി അദ്ദേഹം ചുരുക്കി പറയുന്നുണ്ട്. വിശ്വാസം കേൾവിയാലും കേൾവി ക്രിസ്തുവിന്റെ വചനത്താലും വരുന്നു. വിശ്വാസം എന്നത് ഒരിക്കലും ശൂന്യതയിൽ നിന്ന് താനേ ഉണ്ടാകുന്ന ഒന്നല്ല. അതിന് ക്രിസ്തുവിന്റെ വചനവുമായുള്ള നിരന്തരമായ സമ്പർക്കം ആവശ്യമാണ്. ചുരുക്കത്തിൽ നാം കേൾക്കുന്ന കാര്യങ്ങളാണ് നമ്മുടെ വിശ്വാസത്തെ രൂപപ്പെടുത്തുന്നതെന്നാണ് ലേഖകൻ സമർത്ഥിക്കുന്നത്. അങ്ങനെയെങ്കിൽ വലിയൊരു ദൈവശാസ്ത്രപരമായ ചോദ്യം ഇവിടെ വീണ്ടും ഉയരുന്നുണ്ട്. ന്യായപ്രമാണം ആദ്യം ലഭിച്ച ഇസ്രയേൽ ജനം ഈ വചനം കേട്ടില്ലേ? വിശ്വാസം കേൾവിയാൽ വരുമെങ്കിൽ എന്തുകൊണ്ടാണ് അവർ ഈ പുതിയ കൃപയുടെ സന്ദേശം സ്വീകരിക്കാതിരുന്നത്? അവർക്കിത് മനസ്സിലാകാതിരുന്നതാണോ? 18 മുതൽ 20 വരെയുള്ള വാക്യങ്ങളിൽ ഇതിനുള്ള വ്യക്തമായ മറുപടിയുണ്ട്. അവർ തീർച്ചയായും കേട്ടു. അവരുടെ നാദം സർവ്വഭൂമിയിലും പരന്നു എന്ന് പൗലോസ് പറയുന്നുണ്ട്. മോശയും യെശയ്യാവും നൂറ്റാണ്ടുകൾക്ക് മുൻപ് തന്നെ ഇത് പ്രവചിച്ചിരുന്നു. ദൈവത്തെ അന്വേഷിക്കാത്ത ജനതകൾ, അതായത് ജാതികൾ, ഈ രക്ഷ കണ്ടെത്തുമെന്നും അത് സ്വന്തം നീതിയിൽ അഹങ്കരിച്ച ഇസ്രായേലിന് എരിവ് വരുത്തുമെന്നും പ്രവചിക്കപ്പെട്ടിരുന്നു. അവർ കേൾക്കാതിരുന്നതല്ല, സ്വയം പര്യാപ്തരാണെന്ന അഹങ്കാരം കൊണ്ട് അവരത് നിരസിച്ചതാണ് എന്നാണ് ഈ ഭാഗം സൂചിപ്പിക്കുന്നത്.
ഒടുവിൽ ഈ അധ്യായം അവസാനിക്കുന്ന 21 വാക്യത്തിൽ വളരെ ഹൃദയസ്പർശിയായ ഒരു ചിത്രമാണ് പൗലോസ് നമുക്ക് നൽകുന്നത്. ദൈവത്തെ അറിയാതിരുന്ന ജാതികൾ പെട്ടെന്ന് വിശ്വാസത്തിലേക്ക് കടന്നുവരുമ്പോൾ ഇസ്രായേൽ ജനത്തിന്റെ അവസ്ഥ എന്തായിരുന്നു? അനുസരിക്കാത്തതും മറുത്തുപറയുന്നതുമായ ജനത്തിങ്കിലേക്ക് ഞാൻ ഇടവിടാതെ കൈനീട്ടി എന്ന് ദൈവം പറയുന്നു. സ്വന്തം നീതിയിലും നിയമങ്ങളിലും പിടിവാശി പിടിക്കുന്ന ഒരു ജനത്തോട് ദൈവം കാണിക്കുന്ന അതിരില്ലാത്ത ക്ഷമയുടെയും കാരുണ്യത്തിന്റെയും വളരെ മനോഹരമായ ചിത്രമാണിത്. സത്യത്തിൽ നമ്മുടെ കണ്ണു തുറപ്പിക്കുന്ന ഒരു വിശദീകരണമായിരുന്നു ഇത്. അപ്പോൾ ഈ പഠനത്തിൽ നിന്ന് നാം ഉൾക്കൊള്ളേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട പാഠമെന്താണ്? ഇവിടെ നമ്മൾ ഓരോരുത്തരും സ്വയം ചോദിക്കേണ്ട വളരെ വലിയൊരു ചോദ്യമുണ്ട്. നിങ്ങളെപ്പോഴും നിങ്ങളുടെ സ്വന്തം പ്രവൃത്തികളിലും അറിവില്ലാത്ത തീക്ഷ്ണതയിലും ആശ്രയിച്ച് രക്ഷ നേടാൻ കഷ്ടപ്പെടുകയാണോ? അതോ വെറും വിശ്വാസത്തിലൂടെയും ഏറ്റുപറച്ചിലൂടെയും ലഭ്യമാകുന്ന ഈ സൗജന്യ കൃപയുടെ കരങ്ങളിലേക്ക് കടന്നുവരാൻ തയ്യാറാണോ? വിശ്വസിക്കുകയും ഏറ്റുപറയുകയും ചെയ്യുക. ഈ ലളിതമായ സത്യമാണ് റോമർ 10 അധ്യായം നമ്മളെ പഠിപ്പിക്കുന്നത്. സ്വന്തം പ്രവൃത്തികളിലാണോ അതോ ആ കൃപയിലാണോ നിങ്ങളുടെ ആശ്രയം? ഈ ചിന്തയോടുകൂടി ഇന്നത്തെ ഈ സംഭാഷണം നാം ഇവിടെ അവസാനിപ്പിക്കുകയാണ്.